الله أكبر الله أكبر الله أكبر الله أكبر. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله الذي أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു തആല ദീനിൻ്റെ പേരിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടിനെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഉത്കൃഷ്ടമായ ഒരു ഇബാദത്തിന് അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളെയും നമ്മൾ നിർവഹിച്ച മറ്റെല്ലാ ഇബാദത്തുകളെയും സൽക്കർമ്മങ്ങളെയും പരിപൂർണമായ രീതിയിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശാന്തിയും സമാധാനവും ഇരു ലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, വിശുദ്ധ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ 7 ദിവസങ്ങൾ കഴിഞ്ഞ് 8ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ സ്വന്തത്തോട് നടത്തേണ്ട ഒരു വിചാരണയുണ്ട്. ഈ വിശുദ്ധ റമദാൻ, ആ റമദാനിലെ നോമ്പ്, മറ്റ് സൽക്കർമ്മങ്ങൾ, ഇതിലൂടെ എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? ആത്മസംസ്കരണവും സ്വഭാവശുദ്ധിയും കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ?
ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചോദ്യം സ്വന്തത്തോട് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു അവൻ്റെ റസൂലും ഈ രീതിയിൽ ആത്മവിചാരണ നടത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു തആല വിശ്വാസി സമൂഹമാകുന്ന എന്നെയും നിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയന്ന് നിങ്ങൾ ജീവിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ ആളുകളും അവർ ചിന്തിക്കട്ടെ, സ്വന്തത്തോട് വിചാരണ ചെയ്യട്ടെ. എന്താണ് സ്വന്തത്തോട് ചോദിക്കേണ്ടത്, വിചാരണ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്? മാ ഖദ്ദമത് ലിഗദ്. ശാശ്വതമായ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ഇവിടെ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കട്ടെ, വിചാരണ ചെയ്യട്ടെ എന്ന് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. പ്രവാചകൻ ബുദ്ധിയുള്ളവൻ ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു. പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയപ്പോൾ പറയുകയുണ്ടായി, ഐ ഹാസബ നഫ്സഹു. സ്വന്തം നഫ്സിനോട്, ആത്മാവിനോട് വിചാരണ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ശാശ്വതമായ ഒരു ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തെ ധന്യമാക്കുന്ന ആളുകളാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. അപ്പൊ ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരായ ആളുകളുടെ ലക്ഷണമായി, അടയാളമായി അല്ലാഹുവിന്റെ റസൂല് എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്വന്തത്തോട് വിചാരണ ചെയ്യുക എന്നതാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി, ഹാസിബു ഖബല അൻ തുഹാസബു. ഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യൽ. സ്വന്തത്തോട്, സ്വന്തം ജീവിതത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച്, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് വിചാരണ ചെയ്യൽ. കാരണം നിങ്ങൾക്കൊരു വിചാരണ വരുന്നുണ്ട്. വിചാരണ വരുന്നതിന് മുമ്പ് പരലോകത്തുള്ള റബ്ബിന്റെ വിചാരണ. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയ വിചാരണ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ വളരെ അടുത്തിരിക്കുകയാണ്, വളരെ അടുത്തിരിക്കുകയാണ്. പക്ഷേ അവർ ആ വിചാരണയെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ, ചിന്തയില്ലാതെ, അശ്രദ്ധയിലായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തത്തോട്, ആത്മാവിനോട് വിചാരണ ചെയ്യാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ രീതിയിൽ സ്വന്തത്തോട് വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ആ വിചാരണയിലൂടെ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ 8ാമത്തെ സുദിനത്തിൽ, ദിവസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഞാനും നിങ്ങളും സ്വന്തത്തോട് നടത്തേണ്ട ഈ സന്ദർഭത്തിലുള്ള ഏറ്റവും വലിയ വിചാരണ ഈ നോമ്പ് കൊണ്ട്, ഈ റമദാൻ കൊണ്ട്, ഈ റമദാനിലെ ഇത്രയും ദിനരാത്രങ്ങളെ കൊണ്ട് എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ആത്മാവിനെ വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക മേഖലകളിലും എനിക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വഭാവ മേഖലയിൽ എനിക്ക് സംസ്കരണം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ
വിശുദ്ധ റമളാനാകുന്ന ഒരു മാസം, ആ മാസത്തെ അള്ളാഹു നമുക്ക് നൽകിയത്, ആ മാസത്തിലെ ദീർഘമായ രീതിയിൽ ഒരു മാസക്കാലം നോമ്പെടുക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് നിങ്ങളോടും ആവശ്യപ്പെട്ടത്, കൽപ്പിച്ചത് വിശുദ്ധ ഖുർആൻ എന്ന ആ മഹാഗ്രന്ഥം ഈ മാസത്തിൽ അവതരിച്ചതിന്റെ പേരിലാണ്. ആ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലൂടെയാണ് ഞാനും നിങ്ങളും മാറ്റം കൈവരിക്കേണ്ടത്, പരിവർത്തനം കൈവരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ വാർഷിക സുദിനങ്ങളിൽ കൈകൂടുന്ന ഞാനും നിങ്ങളും ആ വിശുദ്ധ ഖുർആനിലൂടെ കരസ്ഥമാക്കേണ്ട മാറ്റം, ആത്മവിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് പ്രകാശം പരത്തുന്ന ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. കുടുംബജീവിതത്തിലാകട്ടെ, സാമ്പത്തിക മേഖലയിലാകട്ടെ, സാമൂഹിക മേഖലയിലാകട്ടെ, എല്ലാ മേഖലകളിലും മനുഷ്യന് വെളിച്ചം നൽകുന്ന ഒരു വഴികാട്ടി, അതാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ അർദ്ധരാത്രിയിൽ കൂരിരുട്ടുള്ള ആ ഒരു രാത്രിയിൽ ഒരു നാട് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സർക്കിളിൽ എത്തുകയാണ്, ഒരു ജംഗ്ഷനിൽ എത്തുകയാണ്. എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, വഴി അറിയുന്നില്ല, കൂരിരുട്ടാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രയാസപ്പെട്ട്, വിഷമിച്ച്, സങ്കടപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വഴികാട്ടി പ്രകാശവുമായി നമ്മുടെ അരികിലേക്ക് വരികയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം ആ വഴികാട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര സന്തോഷമുണ്ടാവും, നമ്മുടെ മനസ്സിൽ എത്ര വലിയ ആഹ്ലാദവും ആനന്ദവും ഉണ്ടാവും. ഇതേപോലെ എല്ലാ മേഖലകളിലും, എല്ലാ മാർഗത്തിലും വെളിച്ചം കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം, അതിന്റെ മാധുര്യം, അതിനെ വഴികാട്ടിയായി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? അതാണ് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം. വിശുദ്ധ ഖുർആനിലൂടെ മാത്രമാണ് ആ വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി അത് ഹൃദയത്തിലേക്ക് ഇറക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്ക് പരിവർത്തനം കരസ്ഥമാക്കാൻ സാധിക്കുക. അല്ലാഹു തആല ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നേരായ, ഏറ്റവും ശരിയായ വഴിയിലേക്ക് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്, ഒരു മാർഗദർശകനാണ്. എല്ലാ മേഖലകളിലും ആത്മവിശുദ്ധിയുടെ, സ്വഭാവ സംസ്കരണത്തിന്റെ, കുടുംബജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, സാമ്പത്തിക മേഖലകളിലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് കഴിഞ്ഞുകൂടുന്ന വിഷയത്തിൽ, ഇബാദത്തുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ, എല്ലാ മേഖലകളിലും വിശുദ്ധ ഖുർആൻ വഴികാട്ടിയാണ്. ആ വിശുദ്ധ ഖുർആന്റെ മാധുര്യം, അതിൻ്റെ സന്മാർഗം എത്രമാത്രം പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പരിവർത്തന ഗ്രന്ഥമാണ്, അത് വിപ്ലവം സൃഷ്ടിച്ച ഗ്രന്ഥമാണ്. ഏറ്റവും താണ, ഏറ്റവും മോശമായ തിന്മകളിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചിരുന്ന സമൂഹത്തെ ഉന്നതന്മാരാക്കിയ, മാർഗപുരുഷന്മാരാക്കിയ ദിവ്യ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ ഒരു കാലത്തിലേക്ക്, ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ എത്രമാത്രം പരിവർത്തനവും വിപ്ലവവും ഉണ്ടാക്കുന്ന ഗ്രന്ഥമാണ് എന്ന്
എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അവതരിതമായ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ അറേബ്യൻ സമൂഹം, ആ അറേബ്യൻ സമൂഹത്തെക്കുറിച്ച് ഇപ്രകാരം ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിലെ മുശ്രിക്കീങ്ങളുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ജാഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ചെറു സംഘം അബുസീനിയയിലേക്ക്, ഹബശയിലേക്ക്, നജ്ജാശി രാജാവിന്റെ അടുക്കൽ ഒരു ചെറിയൊരു ഹിജ്റ നടത്തുകയുണ്ടായി. നജ്ജാശി രാജാവ് അന്ന് മുസ്ലിം ആയിട്ടില്ല, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ആ രാജാവ് അവർക്ക് അവിടെ അഭയം നൽകുകയാണ്. അബുശയിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിടെയും വന്നു. നജ്ജാശി രാജാവോട് ആവശ്യപ്പെട്ടു, ഇവിടെയുള്ള മുഹമ്മദിന്റെ അനുയായികളെ, ഇസ്ലാം മതം സ്വീകരിച്ച ഈ വിഭാഗം ആളുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അവർക്ക് ഒരിക്കലും തന്നെ അഭയം നൽകാൻ പാടില്ല. ആ സന്ദർഭത്തിൽ നജ്ജാശി രാജാവ് ജാഫർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ ജാഫർ, താങ്കളുടെ പ്രവാചകൻ താങ്കളോട് എന്താണ് കൽപ്പിക്കുന്നത്? ഏതിലേക്കാണ് താങ്കളുടെ പ്രവാചകൻ താങ്കളെ നയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, നമ്മൾ വിവരമില്ലാത്ത ജാഹിലിയത്തിന്റെ പടിക്കുഴിയിൽ ജീവിച്ച ഒരു സമൂഹമായിരുന്നു. നഅ്ബുദുൽ അസ്നാം, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. വനഖുലുൽ മൈതത, ശവന്തീനികളാണ്, ശവങ്ങളെ ഭക്ഷിക്കുന്നവരാണ്. വനഅ്തൽ ഫവാഹിഷ, ഏതെല്ലാം മ്ലേച്ഛവൃത്തികളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, ആ തിന്മകളൊക്കെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്. വനഖ്തഉൽ അർഹാം, കുടുംബബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന, മുറിച്ചു കളയുന്നവരാണ് നമ്മൾ. വനസിഉൽ ജിവാർ, അയൽവാസികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന വിഭാഗമാണ്. യഖുലുൽ ഖവിയ്യു മിനൽ ലഈഫ്, നമ്മളിൽ ശക്തവാൻ, ശക്തിയുള്ള ആള് നമ്മളിൽപ്പെട്ട ബലഹീനൻ, ആ ബലഹീനനെ ആക്രമിച്ചുകൊണ്ട് അവന്റെ സമ്പത്തുകളെ അപഹരിച്ചുകൊണ്ട് നമ്മൾ ആ സമ്പത്തുകളെ ഭക്ഷിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നമ്മളിലേക്ക് വരികയും ഏറ്റവും ഉന്നതമായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളിലേക്ക്, ഉന്നതമായ ആത്മീയമായ സംസ്കരണത്തിലേക്ക് നമ്മെ നയിക്കുകയുണ്ടായി. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരത്തിലൂടെ, പ്രസംഗത്തിലൂടെ, പ്രിയമുള്ളവരെ, ആ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ സ്വഭാവ രീതി, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ തിന്മകൾ എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വിഗ്രഹങ്ങളെയും, കല്ലിനെയും, മുള്ളിനെയും, മരത്തെയും, മൂർക്കമ്പാമ്പിനെയും ആരാധിച്ചു കൊണ്ടിരുന്ന സമൂഹം, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും കോലത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹത്തിന്റെ അരികിൽ പോയി അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന, തീർത്തും ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം. ശവങ്ങളെ തിന്നുന്നവർ, കുടുംബബന്ധം മുറിക്കുന്നവർ, എല്ലാ പ്രശ്നങ്ങളിലും കൈനുകൂടുന്നവർ. ഒരു പെൺകുട്ടി ജനിച്ച് എന്ന് അറിഞ്ഞാൽ ദുഃഖഭാരം കടിച്ചിറക്കിക്കൊണ്ട്, അപമാനം പേറിക്കൊണ്ട് ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആ സമൂഹം, ആ സമൂഹത്തിനാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ കൊണ്ട് വലിയ മാറ്റമുണ്ടായത്, പരിവർത്തനമുണ്ടായത്. ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ, സമൂഹത്തിൽ, ലോകത്ത് തുല്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹം ഉന്നതി പ്രാപിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, ഞാനും നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള മഹാതിന്മകളൊന്നും ചെയ്യുന്നവരല്ല. നമ്മൾ ആരും മദ്യപാനികളല്ല, വ്യഭിചാരികളല്ല, ശവന്തീനികളല്ല, അന്യന്റെ സമ്പത്തുകൾ അനർഹമായ രീതിയിൽ തട്ടിയെടുത്ത് അപഹരിച്ച് കൈനുകൂടുന്നവരല്ല, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയവരല്ല. ഈ രീതിയിലുള്ള തിന്മകളുമായി ഞാനും നിങ്ങളും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ
ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, ഒരു പരിവർത്തനം ഉണ്ടാവുന്നില്ല? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ പരിവർത്തനം കൊണ്ട് ശത്രുതയിൽ അകപ്പെട്ടിരുന്ന ഒരു സമൂഹം, ദീർഘകാലം ശത്രുതയില്, വെറുപ്പില്, പകയില്, അഹങ്കാരത്തില്, അസൂയയില് പരസ്പരം തമ്മിലടിക്കുകയും തമ്മിലടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ആ ഒരു സമൂഹം, ആ സമൂഹത്തെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ, ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ സുഹൃത്ത് വലയത്തിൽ മാറാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ, ആ ഖുർആനാകുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ചതിന്റെ പേരിലാണ്. അല്ലാഹു തആല ആ സമൂഹത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. ആ സമൂഹത്തോട്, പ്രവാചകന്റെ അനുയായികളാകുന്ന സഹാബാക്കളോട് ഇപ്രകാരം ആലോചിക്കാനും ചിന്തിക്കാനും ഓർക്കാനും വേണ്ടി അല്ലാഹു തആല പറയുകയാണ്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, വദ്കുറൂ നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ ഓർക്കുക സഹാബാക്കളെ. ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, പരസ്പരം പോരടിക്കുന്നവരായിരുന്നു, പരസ്പരം കണ്ടാൽ മുഖം നോക്കാത്തവരായിരുന്നു, പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന മനോഭാവത്തോടു കൂടി കഴിഞ്ഞുകൂടിയവരായിരുന്നു. ഇത് കുന്തും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു യോജിപ്പുണ്ടാക്കി, രഞ്ജിപ്പുണ്ടാക്കി. സ്വന്തം സഹോദരനെ കുറിച്ചുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി. അങ്ങനെ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടായി. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിന്റെ വക്കിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. നരകത്തിന്റെ വക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ ചെയ്തുകൊണ്ട്, എല്ലാവിധ അനാവശ്യമായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട്, റബ്ബിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി ഏറ്റവും വലിയ അപകടമാകുന്ന നരകം, ആ നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരവസ്ഥയിൽ, നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ആ നരകത്തിന്റെ വക്ക്, ആ വക്കിലൂടെ സൈഡിലൂടെ സഞ്ചരിച്ചു കൂടിയിരുന്ന നിങ്ങളെ ഞാൻ ഉയർത്തി ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഇങ്ങനെ ഏറ്റവും മോശമായ, ഏറ്റവും വലിയ തിന്മകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ സമൂഹം ഏറ്റവും ഉന്നതന്മാരായത്, ലോകത്ത് തുല്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ അവർ തയ്യാറായതിന്റെ പേരിലാണ്. വീട്ടിൽ എനിക്കും തൻ്റെ ഭാര്യക്കും മക്കൾക്കും വിശപ്പടക്കാൻ പോലുമുള്ള ഭക്ഷണമില്ല. അങ്ങനെ ഭക്ഷണമില്ലാത്ത സന്ദർഭത്തിൽ മദീന പള്ളിയിൽ ഒരു അതിഥിയായി ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഈ അതിഥിയെ നിങ്ങൾ സ്വീകരിക്കാൻ ആര് തയ്യാറുണ്ട്? അൻസാരിയായ ഒരു സഹാബി ചാടി എഴുന്നേറ്റുകയാണ്. ചാടി എഴുന്നേറ്റുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഈ അതിഥിയെ ഞാൻ സ്വീകരിക്കാം. ആ അതിഥിയുടെ കൈ പിടിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന മനസ്സോടുകൂടി, നിറപുഞ്ചിരിയോടുകൂടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ സ്റ്റോർ റൂമിൽ ഒരുപാട് ഭക്ഷണം ഉള്ളതിന്റെ പേരിലല്ല ആ അതിഥിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്. സ്വന്തം മക്കൾ, ആ മക്കൾക്ക് കഴിക്കാൻ പോലുമില്ലാത്ത, അവരുടെ വിശപ്പടക്കാൻ പോലുമില്ലാത്ത ഭക്ഷണം മാത്രമേ ആ സഹാബിയുടെ വീട്ടിലുള്ളൂ. ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയോട് പറയുകയാണ്, അല്ലാഹു തആല നമുക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഉള്ള ഭക്ഷണം അതിഥിക്ക് വിളമ്പുക. നീ അതിഥിക്ക് ഭക്ഷണം വിളമ്പുന്ന ആ സന്ദർഭത്തിൽ വിളക്കിനെ അണച്ചു കളയുക. അങ്ങനെ അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി, അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ച് ആ അതിഥിക്ക് മുഴുവൻ ഭക്ഷണവും നൽകി, ആ അതിഥിയെ കൊണ്ട് അത് മുഴുവനും ഭക്ഷിപ്പിച്ച് ഈ രീതിയിൽ ഉന്നതമായ ഒരു മനസ്സിന്റെ ഉടമയായി ആ സഹാബിക്ക് മാറാൻ സാധിച്ചത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ, അധ്യാപനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇറക്കാൻ കാരണമായതിന്റെ പേരിലാണ്. തീർച്ചയായും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു.
ആ ശത്രുക്കളായ നിങ്ങളെ ഈ രീതിയിൽ സഹോദരന്മാരായി ഉന്നതമായ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി സംസ്കരണം ലഭിച്ച മനസ്സിന്റെ ഉടമകളാക്കി സ്വഭാവശുദ്ധിയുള്ളവരാക്കി അല്ലാഹു തആല നിങ്ങളെ മാറ്റി എന്ന് ആ സഹാബാക്കളോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് അവർ മാറിയത് വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ അവർ സ്വീകരിച്ചതിന്റെ പേരിലാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മരണശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപെട്ടു പോകാൻ നിൽക്കുന്ന ആ സന്ദർഭം, നാവ് ഉണങ്ങിയിരിക്കുകയാണ്, തൊണ്ട വരണ്ടിരിക്കുകയാണ്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, ദാഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു സഹോദരൻ തന്റെ അടുക്കൽ അല്പം വെള്ളവുമായി വന്നപ്പോൾ ആ വെള്ളം കുടിക്കാനുള്ള ആ വെമ്പൽ, ആ മനസ്സ്, ആ ദാഹം തീർക്കാനുള്ള, ആ തൊണ്ട വരളിച്ച ഒന്ന് മാറ്റാനുള്ള ആ ആഗ്രഹത്തോടു കൂടി വെള്ളം കുടിക്കാൻ പോകുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു നരക്കത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ പോലെയുള്ള ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ ഇതേ അവസ്ഥയിൽ വെട്ടേറ്റ് മരണത്തിന്റെ ചക്രശ്വാസം വലിച്ചുകൊണ്ട് തൊണ്ട വരണ്ടുകൊണ്ട് വെള്ളം ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് കൈനുകൂടുകയാണെന്ന് കണ്ടപ്പോൾ തന്റെ അടുക്കൽ വെള്ളപാത്രവുമായി വന്ന സഹോദരനോട് എനിക്ക് ആ വെള്ളം ആവശ്യമില്ല, ആ സഹോദരന്റെ ദാഹം അകറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളപാത്രവുമായി ആ സഹോദരന്റെ അടുക്കിലേക്ക് അഴിക്കുകയാണ്. ആ സഹോദരന്റെ അരികിലേക്ക് പോയപ്പോൾ ഇതേപോലെയുള്ള അവസ്ഥ മറ്റൊരു സഹോദരൻ അപ്പുറമുണ്ടാവുകയാണ്. ആ സഹോദരൻ മറ്റേ സഹോദരനിലേക്ക് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ മരണം മുമ്പിൽ കണ്ട് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആ സന്ദർഭം, ഒരു തുള്ളി വെള്ളം, ആ വെള്ളം കൊണ്ട് ദാഹം തീർക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞുകൂടുന്ന ആ സന്ദർഭത്തിൽ പോലും സ്വന്തത്തേക്കാൾ മറ്റുള്ളവന് സ്ഥാനം നൽകി മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും തീർക്കണമെന്നുള്ള ആ ആഗ്രഹം, ആ ചിന്ത, അങ്ങനെയുള്ള ഒരു മനസ്സ്, പ്രിയമുള്ളവരെ, ആ സഹാബാക്കളാകുന്ന ആ മഹാന്മാർ നേടിയെടുത്തത് അതിന്റെ പിറകിൽ ഒരു കഠിന പരിശ്രമത്തിന്റെ പേരിലായിരുന്നു. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തണം, ഏറ്റവും വലിയ ത്യാഗപരിശ്രമം നടത്തണമെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കുകയുണ്ടായി. ഹൃദയത്തിന്റെ ഉള്ളിൽ ആ അധ്യാപനം ഇറങ്ങിയതിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവർ ത്യാഗം ചെയ്ത് പരിശ്രമിച്ച് നേടിയെടുത്ത പരിവർത്തനമാണ്, പ്രിയമുള്ളവരെ, ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജമൽ യുദ്ധത്തിന്റെ സന്ദർഭം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നടന്ന ആ ജമൽ യുദ്ധം, അലി റളിയല്ലാഹു അൻഹുവിന്റെ എതിർ പാർട്ടിയിലാണ്, എതിർ കക്ഷിയിലാണ് തൽഹാ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും സഹാബാക്കളാണ്, രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്, രണ്ടുപേരും വിശ്വാസികളാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട അതിന്റെ മൂർധന്യ ദശയിലെത്തിയ അവസ്ഥ, ആ അവസ്ഥയിൽ തൽഹാ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. ആ തെറിച്ചു വീണ തൽഹാ റളിയല്ലാഹുവിന്റെ മുഖം മണ്ണിലേക്ക് പതിയുകയാണ്, മുഖത്ത് മണ്ണ് പുരണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ, ഈ സമയത്ത് അലി റളിയല്ലാഹു അൻഹു തൽഹാ റളിയല്ലാഹുവിന്റെ അവസ്ഥ കാണുകയാണ്. തൽഹാ റളിയല്ലാഹു എന്റെ എതിർപക്ഷത്താണ്, എനിക്കെതിരിൽ യുദ്ധം ചെയ്യാവുന്ന ആളാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു നോക്കിയില്ല. കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി തൽഹാ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോയി തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള ആ മണ്ണിനെ തുടച്ചു മാറ്റിക്കൊണ്ട് തൽഹാ റളിയല്ലാഹു അൻഹുവിനോട് വിതുമ്പുന്ന മനസ്സോടുകൂടി, നനഞ്ഞ കണ്ണുകളോടുകൂടി, വിറക്കുന്ന ചുണ്ടുകളോടുകൂടി തൽഹാ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ വാക്ക്, പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ, ആ ഹിജ്റിലെ ആയത്ത് ഓതിക്കൊണ്ട് നാളെ സ്വർഗാവകാശികൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വർഗീയമായ അവകാശികൾ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന വിശേഷണങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽഹയോട് പറയുകയാണ്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ ഹിജ്റിലൂടെ, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പകയെ, വിദ്വേഷത്തെ ഞാൻ എടുത്തു മാറ്റി കളയുന്നതാണ്. ഇഖ്വാൻ അലാ സുററി മുതഖാബിലീൻ, പരസ്പര സഹോദരന്മാരായി സ്വർഗീയമായ കട്ടിലുകളിൽ ഇരുന്ന് അഭിമുഖമായി അവർ സംസാരിക്കുകയും അവർ രസം കൊള്ളുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതാണ് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തോതിക്കൊണ്ട് തൽഹയോട് പറയുകയാണ്, തൽഹാ, അല്ലാഹു തആല എന്നെയും നിങ്ങളെയും നാളെ
ഈ ഒരു സ്വർഗത്തിന്റെ അവകാശികളാക്കി, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സ് നൽകുന്ന സ്വർഗീയമായ ആ മനസ്സ്, ആ സ്വർഗത്തിന്റെ അവകാശികളായി എന്നെ നിങ്ങളെയും സ്വീകരിക്കട്ടെ എന്ന് തൽഹാ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പ്രിയമുള്ളവരെ, യുദ്ധ രംഗത്ത് എന്റെ എതിർദിശയിൽ വന്ന ആ ഒരു സഹോദരൻ, ആ സഹോദരൻ വീണ് കിടക്കുകയാണ്, മുഖം കൊത്തി കൈന് കൂടുകയാണ്. ആ സഹോദരനെ വകവരുത്താനുള്ള എല്ലാവിധ അവസ്ഥകളുമുണ്ട്. ആ അവസ്ഥകൾ ഉണ്ടായിട്ടും ആ സഹോദരനോട് കാരുണ്യത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി പെരുമാറാനുള്ള ഒരു മനസ്സ് പ്രിയമുള്ളവരെ അവർ നേടിയെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ പരിവർത്തനം കൊണ്ടാണ്, വിശുദ്ധ ഖുർആനിന്റെ വിപ്ലവം കൊണ്ടാണ്. ഞാനും നിങ്ങളും ചിന്തിക്കുക, ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ ഞാനും നിങ്ങൾ കൈന് കൂടുന്ന ഏതെങ്കിലും മേഖലകളിലോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ തന്റെ സഹോദരനെ മുഖം നോക്കാത്ത അവസ്ഥ, സഹോദരനോട് പുഞ്ചിരിക്കാത്ത അവസ്ഥ, സഹോദരനൊന്ന് ഹസ്തദാനം ചെയ്യാത്ത അവസ്ഥ, സഹോദരനൊന്ന് സലാം പറയാത്ത അവസ്ഥ, സഹോദരനെ വളരെ മോശമായ കണ്ണുകൊണ്ട് കടിച്ചു കീറുന്ന മനസ്സോടുകൂടി നോക്കുന്ന ഈ ഒരു അവസ്ഥ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് സംജാതമായി എന്തിന്റെ പേരില? വിശുദ്ധ ഖുർആനാകുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇറക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവാത്തതിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആൻ പരിവർത്തനത്തിന്റെ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏറ്റവും ഉന്നതമായ വഴി കാണിച്ചു തരുന്ന അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്ക്, ശാശ്വതമായ വിജയത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ഉന്നതമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഞാനും നിങ്ങളും നെഞ്ചിൽ കേറ്റേണ്ടതുണ്ട്. നെഞ്ചിന്റെ അന്തരാളങ്ങളിൽ, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഞാനും നിങ്ങളും ഇറക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ എത്ര കൽപ്പനകൾ വരുന്ന പ്രിയമുള്ളവരെ! അല്ലാഹു തആല എന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ട്, എല്ലേ വിശ്വസിച്ചവരെ, ഇന്നത് നിങ്ങൾ ചെയ്യല്ലേ, ഇന്നത് നിങ്ങൾ പ്രവർത്തിക്കല്ലേ, ഇന്ന തിന്മയുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ, ഇന്നത് പറയല്ലേ, ഇന്നത് കാണല്ലേ, ഇന്നത് കേൾക്കല്ലേ, ഇന്ന സാമ്പത്തികമായ മേഖലകളുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ, കുടുംബ ബന്ധത്തിൽ ഇന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, സാമൂഹിക ബന്ധത്തിൽ ഇന്ന പ്രശ്നങ്ങളോ കുഴപ്പങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന റബ്ബിന്റെ കൽപ്പനകൾ നിരന്തരമായി നമുക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ആ കൽപ്പനകൾ എന്റെയും നിങ്ങളുടെയും മനസ്സിനെ സ്വാധീനം ചെലുത്തുന്നില്ല? എന്റെ നിങ്ങളിൽ ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടാക്കുന്നില്ല? ഞാനും നിങ്ങളും ഖുർആനിനെ ഹൃദയത്തിലേക്ക് ഇറക്കാൻ തയ്യാറായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായിരുന്ന സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏറ്റവും അടുത്ത സഹാബിയാണ്. ഖതീബുൽ അൻസാർ, അൻസാരികളുടെ ഖതീബ്, അൻസാരി സമൂഹത്തിലെ പ്രാസംഗികൻ, ഖതീബ് എന്നറിയപ്പെട്ട സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലേ വിശ്വസിച്ചവരെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗക സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അന്യോന്യം ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം അല്പം ഉറക്കെയുള്ള ശബ്ദമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ നാച്ചുറലായി അദ്ദേഹത്തിന് ലഭിച്ച ഒരു വീക്ക്നെസ് ആയിരുന്നു. സംസാരിക്കുമ്പോൾ ശബ്ദമൊന്ന് കൂടിപ്പോകുക എന്നുള്ളത്. ഇങ്ങനെ ശബ്ദമുള്ള ഒരാളായതിന്റെ പേരിൽ എൻ്റെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദമായി പോയല്ലോ എന്നുള്ള ചിന്തയിൽ അനഫി അഹ്ലിന്നാർ, എൻ്റെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ എന്ന ചിന്തയിൽ പൊട്ടിക്കരഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ കൈനുകൂടുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. സാബിത്ത് ഇബ്നു ഖൈസിനെ കാണാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളോട് ചോദിക്കുകയാണ്, സാബിത്ത് ഇബ്നു ഖൈസ് എവിടെ പോയി? അദ്ദേഹത്തെ
പള്ളിയിൽ കാണുന്നില്ലല്ലോ, നമ്മുടെ സദസ്സുകളിൽ കാണുന്നില്ലല്ലോ, അദ്ദേഹത്തിന് വല്ല രോഗമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസിയായ സഅദ് ഇബ്നു മുആദ് പറയുന്നു, പ്രവാചകന് അദ്ദേഹത്തിന് രോഗമുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല, എന്താണ് അദ്ദേഹം പള്ളിയിലേക്ക് വരാത്തത്, നമ്മുടെ സദസ്സുകളിൽ പങ്കെടുക്കാത്തത്, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയ സഅദ് ഇബ്നു മുആദിനോട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സംഭവം വിവരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ്, സാബിത്ത് എന്താണ് പള്ളിയിലേക്ക് വരാത്തത്, പ്രവാചകന്റെ സദസ്സിൽ വരാത്തതിന്റെ കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമല്ല, സാബിത്തിന്റെ ഈ ശബ്ദം അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ ജന്മനായുള്ള ഒരു വിശേഷണമാണ്, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്, ഒരിക്കലും തന്നെ അദ്ദേഹം നരകത്തിന്റെ അവകാശിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇവിടെ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെടാത്ത ഒരു പ്രശ്നം, അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യം, അഥവാ സംസാരിക്കുമ്പോൾ ശബ്ദം കൂടുതലായി പോയി, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദമായി റബ്ബ് എന്നോട് ഒരു കൽപ്പന നൽകി, ആ കൽപ്പനയ്ക്ക് എതിരായുള്ള ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടവനായി, റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ എന്നുള്ള ചിന്ത, ആ ചിന്തയുടെ പേരിൽ പ്രിയമുള്ളവരെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ എത്രമാത്രം പൊട്ടിക്കരയേണ്ടവരാണ്, ഞാനും നിങ്ങളും എത്രമാത്രം അള്ളാഹുവിന്റെ കൽപ്പനകള് ധിക്കരിക്കുന്നവരാ. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, ജീവിതത്തിന്റെ ഓരോ തുറകളിലും റബ്ബിന്റെ കൽപ്പനകൾ നിരന്തരമായി ധിക്കരിക്കുന്ന നമ്മൾ, ചെറിയ കൽപ്പനയല്ല, വലിയ കൽപ്പനകള്, വലിയ ഹറാമുകള്, വലിയ തിന്മകള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ എത്രമാത്രം പൊട്ടിക്കരയണം. പക്ഷേ എന്തുകൊണ്ട് ഇതൊന്നും നമ്മുടെ മനസ്സിനെ സ്വാധീനം ചെലുത്തുന്നില്ല? ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആൻ, റബ്ബിന്റെ കൽപ്പനകള്, റബ്ബിന്റെ വിധിവിലക്കുകള്, മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുന്ന, വിപ്ലവം ഉണ്ടാക്കുന്ന റബ്ബിന്റെ ആയാത്തുകള് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം. സഹാബാക്കൾ, ആ സഹാബാക്കളിൽ ഉണ്ടായിരുന്ന എത്ര വലിയ തിന്മകളാണെങ്കിലും ശരി, ആ തിന്മകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ, റബ്ബിന്റെ കൽപ്പന വരുമ്പോൾ, ആ ആയത്തുകളെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർ ഇറക്കാൻ തയ്യാറായപ്പോൾ, എത്ര വലിയ തിന്മയാണെങ്കിലും ശരി, എത്ര വലിയ റബ്ബിന്റെ കൽപ്പനയാണെങ്കിലും ശരി, അവർ ശിരസ വഹിക്കാൻ തയ്യാറായിരുന്നു. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കൾ നടമാടിയിരുന്ന ഏറ്റവും വലിയൊരു തിന്മ ഉമ്മുൽ ഖബായിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മകളുടെ മാതാവ് എന്ന് നാമകരണം നൽകിയ മദ്യം, ആ മദ്യം സഹാബാക്കൾ നടമാടിയിരുന്ന ഏറ്റവും വലിയ തിന്മയായിരുന്നു. സിരകളിൽ രക്തം ഓടുന്നത് പോലെയായിരുന്നു സഹാബാക്കളിൽ, അറേബ്യൻ സമൂഹത്തിൽ അന്ന് മദ്യം ഓടിയിരുന്നത്. മദ്യമില്ലാത്ത ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല, ഒരു നിമിഷം അവർക്കുണ്ടായിരുന്നില്ല. മദ്യത്തെയും മദ്യചഷകത്തെയും കുടികൂട്ടുകാരെയും കൂട്ടുകുടിയെയും പുകഴ്ത്തിക്കൊണ്ട് കവിതകൾ എഴുതുന്ന കവികളെയായിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. ഒരു മനുഷ്യൻ മദ്യം സേവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു മനുഷ്യൻ മദ്യം സേവിച്ചുകൊണ്ട് മദ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുകയാണ്. മദ്യലഹരിയിൽ മുങ്ങിയ, മദ്യലഹരിയിൽ ബുദ്ധി ഭ്രമിച്ച ആ മനുഷ്യൻ തന്റെ അടുക്കൽ തനിക്ക് ജന്മം നൽകിയ പിതാവ് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞത്, ഇപ്പോൾ മദ്യം, പിന്നെ കാര്യം, നീ പോയി നിന്റെ പണി നോക്ക് എന്നാണ്. ഈ രീതിയിൽ പ്രിയമുള്ളവരെ, മദ്യത്തോട് അള്ളിപ്പിടിച്ച മനസ്സുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിലെ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തി അവസാനം സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്ത്, ആ ആയത്തിലൂടെ അല്ലാഹു തആല മദ്യനിരോധനം പൂർണ്ണമായി നടപ്പാക്കിയപ്പോൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം പിശാചിന്റെ അഴുക്കാണ്, അതുകൊണ്ട് ആ അഴുക്കിനെ വെടിയാൻ
നിങ്ങൾ തയ്യാറാകുന്നില്ലേ? നിങ്ങൾക്ക് വിജയം കിട്ടണ്ടേ? ഇന്നമാ യുരീദു ശൈത്വാൻ അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംർ വൽ മൈസർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. ഈ മദ്യത്തിലൂടെ, ഈ ചൂതാട്ടത്തിലൂടെ പിശാച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ പരസ്പര ശത്രുത ഉണ്ടാക്കാനാണ്, തമ്മിലടിപ്പിക്കാനാണ്, ലഹളകളും കുഴപ്പങ്ങളും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ സ്മരണയിൽ നിങ്ങൾ തടയാനാണ്, നമസ്കാരത്തിൽ നിന്ന് തടയാനാണ്. അതുകൊണ്ട് അല്ലയോ സഹാബാക്കളെ, അല്ലാഹു തആല പ്രിയമുള്ളവരെ ഈ ആയത്തിൽ അഭിസംബോധിച്ചത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. സഹാബാക്കളാകുന്ന ആ വിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഫഹല്ലന്തും മുന്തഹൂൻ, പൈശാചികമായ ഈ മ്ലേച്ഛ വൃത്തിയിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് മാറി ജീവിച്ചുകൂടെ? ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ, എന്നേരമാണ് അവിടെ അത്ഭുതമുണ്ടായത്. ലോകത്തുള്ള ഏറ്റവും വലിയ മഹാത്ഭുതം അവിടെ സംഭവിക്കുകയുണ്ടായി. ഈ മദ്യനിരോധനം, അത് ഏർപ്പെടുത്തിയ ആ നിരോധനം വന്ന് അതിന്റെ ആയത്തിറങ്ങിയ ആ സന്ദർഭത്തിൽ സഹാബാക്കൾ പല ആളുകളും മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു. പല ആളുകളുടെ കയ്യിൽ മദ്യത്തിന്റെ കോപ്പയുണ്ടായിരുന്നു. പല ആളുകളുടെ കോപ്പകൾ ചുണ്ടുകൾക്കിടയിലായിരുന്നു. പല ആളുകളുടെ വായിൽ മദ്യമുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ ഒരു ദൂതൻ ഈ ആയത്ത് ഓതിക്കളിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിൽ കയ്യിലുണ്ടായിരുന്ന മദ്യചഷകത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് വായിലുള്ള മദ്യത്തെ തുപ്പിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി, ഇതാ നമ്മൾ വിരമിച്ചിരിക്കുന്നു, റബ്ബിന്റെ കൽപ്പന ഇതാ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അത്ഭുതം ഉണ്ടാക്കിയത് പ്രിയമുള്ളവരെ എന്തിന്റെ പേരിലാ? വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ, അധ്യാപനങ്ങൾ, അതിന്റെ വിധിവിലക്കുകൾ ആ ഒരു സമൂഹം ഹൃദയത്തിൽ ഇറക്കാൻ തയ്യാറായി. അതിന്റെ പേരിലാണ് അവർക്ക് ഇത്രയും വലിയ ഒരു മാറ്റം, പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിച്ചത്. ലോകത്ത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പല രാജ്യങ്ങളിലും പല നാടുകളിലും മദ്യനിരോധം ഏർപ്പെടുത്താൻ വേണ്ടി അവിടെയുള്ള സർക്കാരുകൾ തയ്യാറായിരുന്നു. വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും മാരകമായ വിപത്ത് ഈ മദ്യത്തിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്ന് കണ്ട ആ ഭരണകൂടം, ആ സർക്കാർ മദ്യനിരോധം ഏർപ്പെടുത്താനുള്ള ഒരവസ്ഥ, ഒരു തീരുമാനം ഉണ്ടായപ്പോൾ എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 1960 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ കൊണ്ടുവന്ന മദ്യനിരോധനം. 1960 കാലഘട്ടത്തിൽ എബ്രഹാം ലിങ്കൺ, ആ അമേരിക്കൻ ഭരണകൂടം ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി: അമേരിക്കയിൽ മദ്യപാനവും ലഹരിയും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നാടിനും മാരകമായ വിപത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയ ആ ഒരു ഗവൺമെന്റ് മദ്യനിരോധം ഏർപ്പാട് ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് ദിവസങ്ങൾ ഉത്ബോധനം നടത്തി, ഒരുപാട് പുസ്തകങ്ങളും ലഘുലേഖകളും അതിനുവേണ്ടി ചെലവഴിച്ചു. വാർത്താ മീഡിയകൾ മുഴുവനും തന്നെ മദ്യത്തിനെതിരെ ഉത്ബോധനം നടത്തി. എല്ലാവിധ സജ്ജീകരണങ്ങളും സെറ്റപ്പുകളും ചെയ്തു. ഓരോ കവലകളിൽ പ്രസംഗം ചെയ്തു. ഓരോ വീടുകളിൽ പോയി മദ്യത്തിന്റെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച്, അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച് ഓരോ ആളുകളെയും ഉത്ബോധനം ചെയ്തു, ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ അമേരിക്കൻ സമൂഹം എന്താ ചെയ്തത്? എന്താ സംഭവിച്ചത്? അവർ സർക്കാർ കാണാതെ അനർഹമായ രീതിയിൽ അവർ മദ്യമുണ്ടാക്കാൻ തുടങ്ങി. അതിനേക്കാളും കൂടുതൽ വിഷമുള്ള, പ്രയാസമുള്ള മദ്യമുണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും അതിലൂടെ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നതായി കണ്ടപ്പോൾ മദ്യനിരോധനം സക്സസ് അല്ല, വിജയമല്ല എന്ന് കണ്ട ആ അമേരിക്കൻ സമൂഹം, ആ അമേരിക്കൻ ഭരണകൂടം മദ്യനിരോധന നിയമം, ആ ബില്ല് സഭയിൽ നിന്ന് എടുത്തു കളയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇവിടെ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ, കാലഘട്ടങ്ങളിൽ ലോകത്ത് ഈ രീതിയിലുള്ള മദ്യനിരോധന സർക്കാരുകൾ കൊണ്ടുവരുമ്പോൾ, ആ നാട്ടിലെ സമൂഹം കൊണ്ടുവിടുമ്പോൾ എവിടെയും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യവുമായി ബന്ധപ്പെട്ട, മദ്യമില്ലാതെ ഒരു ജീവിതം പോലും കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ ഈ രീതിയിൽ പരിവർത്തന വിധേയമാക്കി എത്രത്തോളം ഭൂമിയിൽ എവിടെയെങ്കിലും മദ്യമിറ്റി,
മദ്യം മറിഞ്ഞ് അതിലൂടെ ആ മദ്യം മറിഞ്ഞ സ്ഥലത്ത് പുല്ല് മുളച്ച് ഏതെങ്കിലും മൃഗം, ഏതെങ്കിലും ഒരു ആട് ആ പുല്ല് തിന്നിട്ട് ആ തിന്ന ആട് ഏത് ആടാണെന്ന് മനസ്സിലാകാത്തോടത്തോളം കാലം ഞാൻ ആടിന്റെ ഇറച്ചി ഭക്ഷിക്കുകയില്ല എന്ന രീതിയിൽ ശപഥം ചെയ്യുന്ന രീതിയിൽ പ്രിയമുള്ളവരെ അവർക്കൊരു പരിവർത്തനം ഉണ്ടായത്, വിപ്ലവം ഉണ്ടായത് വിശുദ്ധ ഖുർആൻ അവർ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറായതിന്റെ പേരിലാണ്. ഞാനും നിങ്ങളും ചിന്തിക്കുക, ഈ രീതിയിലുള്ള റബ്ബിന്റെ വിധിവിലക്കുകൾ ഞാനും നിങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആരും മദ്യപാനികളായിരിക്കില്ല, മദ്യം ഉപയോഗിക്കുന്നവരായിരിക്കില്ല. എന്നാൽ പ്രിയമുള്ളവരെ, മദ്യപാനത്തെക്കാളും കടുത്ത ഒരു തിന്മ നമ്മളിൽ പല ആളുകളും ചെയ്യുന്നവരാണ്. വിശുദ്ധ റമദാൻ, ആ റമദാനിൽ പോലും ആ തിന്മയിൽ നിന്ന് വിട പറയാൻ പല ആളുകൾക്കും മനസ്സ് വന്നിട്ടില്ല. ആ തിന്മ എന്താ? പുകവലി എന്ന തിന്മയാണ്. പുകവലി എന്ന തിന്മയാണ്. പുകവലിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ മഹാതിന്മയാണ്. എന്തുകൊണ്ട്? പല ആളുകളും ചോദിക്കും, പുകവലിയെ കുറിച്ച് അത് ഹറാമാണെന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ, പ്രവാചകന്റെ ഹദീസ് ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഉണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ രീതിയിൽ പുകവലി അത് ഹറാമാണ്, മ്ലേച്ഛവൃത്തിയാണ്, തിന്മയാണ് എന്നുള്ള വിഷയത്തിൽ ആയത്തുണ്ട്. ആർക്കും സംശയം വേണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണത്തെ കുറിച്ച്, പ്രവാചകൻ ഈ ലോകത്ത് വന്നതിന്റെ ദൗത്യത്തെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, വയഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. വയഹില്ലു ലഹുമുത് ത്വയ്യിബാത്. എന്തിനെയാണ് പ്രവാചകൻ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചത്? പ്രവാചകനെ ലോകത്ത് നിയോഗിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ത്വയ്യിബാത്തുകൾ, നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അനുവദനീയമാക്കാൻ, ഹലാലാക്കാൻ വേണ്ടിയാണ് പ്രവാചകനെ ലോകത്ത് നിയോഗിച്ചത്. അതോടൊപ്പം തന്നെ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാവിധ മ്ലേച്ഛവൃത്തികളെയും എല്ലാവിധ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെയും നിഷിദ്ധമാക്കാൻ, ഹറാമാക്കാൻ വേണ്ടിയാണ് പ്രവാചകനെ അല്ലാഹു തആല ഈ ലോകത്ത് നിയോഗിച്ചെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആരാ പറയാത്തത്? പറയാത്തവരായി ആരാ ഉള്ളത്? പുകവലി എന്നുള്ളത് മ്ലേച്ഛവൃത്തിയാണ് എന്ന്. ഓരോ സിഗരറ്റിന്റെയും ഓരോ ബീഡിയുടെയും മുകളിൽ വെണ്ടക്കക്ഷരത്തിൽ ഒരു കള്ളി വരച്ചുകൊണ്ട്, ഒരു കോളം വരച്ചുകൊണ്ട് അതിൽ എഴുതിയിട്ടില്ലേ, നിങ്ങൾ ഈ വലിക്കുന്ന പുകവലി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണ്. ശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി, പഠനം കണ്ടെത്തുകയുണ്ടായി, മദ്യപാനത്തെക്കാളും ശക്തമായ രീതിയിൽ ശരീരത്തെ കാർന്ന് തിന്നുന്ന ഒരു വലിയൊരു വിപത്താണ് പുകവലി എന്നുള്ളത്. പുകവലിയെ സംബന്ധിച്ചിടത്തോളം ആ പുകയിലെ ഉൽപ്പന്നങ്ങളിൽ 300-ലധികം രാസവസ്തുക്കളുണ്ട്. അതിലുള്ള രാസവസ്തുക്കൾ മനുഷ്യന് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങള്, മനുഷ്യന് ശ്വാസകോശ ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങള്, ആ രോഗങ്ങൾ നൽകുന്ന രാസവസ്തുക്കള് ഈ പുകയില ഉൽപ്പന്നങ്ങളിലുണ്ട്. ആ പുകവലി വലിക്കുന്ന ആളുകൾക്ക് 35% പ്രശ്നമുണ്ടാവുന്നത് എങ്കിൽ അത് ശ്വസിക്കുന്ന ആളുകൾക്ക് 65% അതിന്റെ പ്രശ്നമുണ്ടാവും. അള്ളാഹു അനുഗ്രഹമായി നൽകിയ പ്രകൃതി, ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലാണ് പുകവലിയിലെ ആ പുക എന്ന് പഠനം തെളിയിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യം കുടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് മാത്രമാണ് അത് പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ പുകവലിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, കുടുംബത്തെയും സമൂഹത്തെയും പ്രകൃതിയെ പോലും നശിപ്പിക്കുന്ന ഈ രീതിയിലുള്ള മഹാതിന്മ. ആ തിന്മ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ആളുകള്, അതുമായി ബന്ധപ്പെട്ട ആളുകള് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ആ തിന്മയിൽ നിന്ന് വിട പറയാൻ വേണ്ടി അവർക്ക് തയ്യാറായിട്ടുണ്ടോ? വിശുദ്ധ റമദാൻ, ആ റമദാൻ പോലും എങ്ങനെയെങ്കിലും ഒന്ന് മഗ്രിബാകണം. എന്തിനു വേണ്ടിയാ മഗ്രിബാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഒന്ന് നല്ല ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഒന്ന് തറാവീഹ് നമസ്കരിക്കണം എന്നുള്ള ആഗ്രഹം ചിന്തയുടെ പേരിലല്ല. എങ്ങനെയെങ്കിലും മഗ്രിബായിട്ട് വേണം ഒന്ന് പുക ഊതാൻ, ഒന്ന് പുകവലിക്കാൻ. അതോടൊപ്പം തന്നെ സുബഹി, ആ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉള്ള സിഗരറ്റ് ഇല്ല ബീഡി അതിങ്ങനെ ഊതി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിലും വലിച്ചു തീർക്കണമെന്നുള്ള ചിന്തയിൽ കൈന് കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് എന്ത് പരിവർത്തനമാണ് എനിക്കും നിങ്ങൾക്ക് ലഭിച്ചത് എന്നാണ്. വിശുദ്ധ ഖുർആൻ
അത് ലോകത്ത് വന്ന ഏറ്റവും വലിയ പരിവർത്തന ഗ്രന്ഥമാണ്. അതില് യാതൊരു സംശയമില്ല. എത്ര വലിയ കഠിന ഹൃദയത്തിന്റെ ഉടമയാണെങ്കിലും ശരി, എത്ര വലിയ തിന്മകളിൽ മുഴുകിയ വ്യക്തിയാണെങ്കിലും ശരി, അവന് സംസ്കരണം കിട്ടാൻ, പരിവർത്തനം കിട്ടാൻ വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് മതി, കൂടുതലൊന്നും വേണ്ട. വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് അത് ഹൃദയം തുറന്ന് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇറക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആയത്ത് മതി പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ. പക്ഷെ ഞാനും നിങ്ങൾ എത്ര ആയത്ത് കേൾക്കുന്നു ഓരോ ഖുതുബയിലൂടെ, ഓരോ പ്രസംഗത്തിലൂടെ, ഓരോ ഖുർആൻ ക്ലാസ്സിലൂടെ. പ്രസംഗത്തിനോ ഖുതുബകൾക്കോ ഖുർആൻ ക്ലാസ്സുകൾക്കോ വയലുകൾക്കോ ഇവിടെ പന്നമില്ല. ഓരോ ദിവസവും എത്ര പ്രസംഗം, എത്ര വയലുകൾ നമ്മുടെ മൊബൈലുകളിൽ നമ്മുടെ മനസ്സിനെ കവരുന്ന, നമുക്ക് കൺകുളിർമ നൽകുന്ന, നമുക്ക് ഇഷ്ടമുള്ള പ്രാസംഗികമാരുടെ എത്ര പ്രസംഗങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടും പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ ഈ സ്വഭാവത്തിനോ എന്റെ നിങ്ങളുടെ ജീവിതത്തിനോ ഒരു സംസ്കരണം ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രസംഗം കൊണ്ടും ഈ ഒരു ഖുതുബ കൊണ്ടും വയല് കൊണ്ടും ഖുർആൻ ക്ലാസ് കൊണ്ടും സ്റ്റഡി സെന്റർ കൊണ്ടും എന്ത് പ്രയോജനമാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുക? ഒരായത്ത് മതി എന്നെയും നിങ്ങളെയും മാറ്റാൻ, കൂടുതലൊന്നും വേണ്ട. ഫുദൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു താബിഈ പണ്ഡിതനാണ്, മഹാനാണ്, വലിയ ആബിദാണ്. ഫുദൈൽ ഇബ്നു ഇയാദിന്റെ രംഗപ്രവേശനമില്ലാതെ താബിഈങ്ങളുടെ പട്ടിക അത് പരിപൂർണമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ, ആ ഹദീസുകൾ നമുക്ക് എത്തിച്ചു തരുന്നതിൽ ഒരു കണ്ണിയായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഫുദൈൽ ഇബ്നു ഇയാദിനെ ഈ രീതിയിൽ പണ്ഡിതനാക്കുന്ന വിഷയത്തിൽ, ഫുദൈൽ ഇബ്നു ഇയാദിനെ ഒരു ആബിദാക്കി, ഒരു മുത്തഖിയാക്കി, ഒരു മുഖ്ലിസാക്കി മാറ്റിമറിച്ചതിന്റെ പിറകിൽ ഒരു കഥയുണ്ട് പ്രിയമുള്ളവരെ, ഒരു ചരിതമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്നറിയുമോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ യുവത്വകാലം വളരെ നികൃഷ്ടമായ, വളരെ മോശമായ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞുകൂടിയ വ്യക്തിയായിരുന്നു. മദ്യപാനത്തിലും ലൈംഗികമായ എല്ലാവിധ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞുകൂടിയ മ്ലേച്ഛ സ്വഭാവമുള്ള ഒരു വ്യക്തി. നാട്ടിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട കൊള്ളക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. ആ നാട്ടിലൂടെ, ആ വഴിയിലൂടെ ഒരു യാത്രാ സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ യാത്രാ സംഘത്തിലേക്ക് ചാടിക്കയറിക്കൊണ്ട് ആ യാത്രാ സംഘത്തിലെ ആളുകളെ വെട്ടിവീഴ്ത്തി ആ യാത്രാ സാമഗ്രികൾ, മുതലുകൾ കവർന്നെടുത്ത് പോകുന്ന അത്രയും നികൃഷ്ടമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. താൻ ആഗ്രഹിച്ച, തന്റെ മനസ്സ് സ്ഥാനം പിടിച്ച ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മേത്ത് കൈവെക്കാതെ, ആ പെണ്ണിനെ പീഡിപ്പിക്കാത്ത ഒരു ദിവസവും ഫുദൈൽ ഇബ്നു ഇയാദിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിൽ ഫുദൈൽ ഇബ്നു ഇയാദ് ഒരു പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിന്റെ സൗന്ദര്യം ഫുദൈൽ ഇബ്നു ഇയാദിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണ്. ലൈംഗികമായ അനാവശ്യമായ ചിന്ത, മ്ലേച്ഛമായ ചിന്ത ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ഹൃദയത്തിൽ പൊന്തിവരികയാണ്. ഫുദൈൽ ഇബ്നു ഇയാദിന് ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. രാത്രിയായപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ആ വീടിന്റെ മതിലുകൾ ചാടിക്കയറി ആ പെണ്ണിന്റെ വീടിന്റെ വാതിലുകൾ ലക്ഷ്യമാക്കി ഫുദൈൽ ഇബ്നു ഇയാദ് പോവുകയാണ്. ആ വാതിൽ അടിച്ചു പൊളിച്ച് അതിനുള്ളിൽ കയറി ആ പെണ്ണിനെ പീഡിപ്പിച്ച് തന്റെ ലൈംഗികമായ ദാഹം തീർക്കണമെന്നുള്ള ചിന്തയിൽ ഫുദൈൽ ഇബ്നു ഇയാദ് ആ മതില് ചാടിക്കയറി ആ പെണ്ണിന്റെ വീട്, ആ വാതില് ലക്ഷ്യമാക്കി പോയപ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു ശബ്ദം ഫുദൈൽ കേൾക്കുകയാണ്. സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്ത് സൂറത്തുൽ ഹദീദ്, ആ ഹദീദിലെ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അലം യഅനി ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്കായില്ലേ, വിശ്വസിച്ചവർക്ക് സമയമായില്ലേ? അല്ലാഹു തആല വിശ്വാസികളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു തആല വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്, അലം യഅനി ലില്ലദീന ആമനു, എല്ലയോ വിശ്വസിച്ചവരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ? എന്തിന് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയ്ക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ
കീയൊതുക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? റബ്ബിന്റെ സ്മരണ, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, ഓർമ്മ അതില്ലാത്തതിന്റെ പേരിലല്ലേ നിങ്ങൾ തിന്മകളിൽ വ്യാപൃതരാകുന്നത്, നിങ്ങൾ ഹറാമുകൾ ചെയ്യുന്നത്, റബ്ബിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ ധിക്കരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറി റബ്ബിന്റെ സ്മരണയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കീയൊതുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന സന്മാർഗത്തിന്റെ ഹക്കിന്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആ പെണ്ണിന്റെ നാവിൽ നിന്ന് ഫുലൈൽ ഇബ്നു ഇയാദ് കേൾക്കുമ്പോൾ ഫുലൈൽ ഇബ്നു ഇയാദ് ഒരു അടി മുന്നോട്ട് വെക്കാതെ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. സ്വന്തം നഫ്സിനോട് ചിന്തിക്കുന്നു, ആയത്തിനെ കുറിച്ച് ഓർക്കുന്നു, ചിന്തിക്കുന്നു. എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുകയാണ്, ഫുലൈലേ നിനക്ക് സമയമായില്ലേ? നീ ഏതെല്ലാം രീതിയിൽ തെറ്റുകളും തിന്മകളുമാണ് ചെയ്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്? എത്ര നികൃഷ്ടമായ മ്ലേച്ഛമായ ഒരു തിന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീ പോകുന്നത്? ഫുലൈലേ, ഈ തിന്മയിൽ നിന്ന് മാറാൻ നിനക്ക് സമയമായില്ലേ എന്ന് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്ന ആ ഒരു രംഗം ഫുലൈൽ ഇബ്നു ഇയാദിന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഫുലൈൽ ഇബ്നു ഇയാദ് കരഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വിറങ്ങലിച്ച ഹൃദയവുമായി ഫുലൈല് തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, റബ്ബേ, ഫുലൈല് തന്റെ കഴിഞ്ഞുപോയ ജീവിതം, ആ ജീവിതത്തെ മോശമായ നികൃഷ്ടമായ നിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നീ നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങളിൽ കഴിച്ചു കൂട്ടിയ റബ്ബേ, അതുകൊണ്ട് ഫുലൈലിനെ ഒന്ന് സ്വീകരിക്ക്, ഫുലൈലിന്റെ തൗബ പശ്ചാത്താപം ഒന്ന് സ്വീകരിക്ക് റബ്ബേ, നീ എന്നെ മസ്ജിദുൽ ഹറമിന്റെ അയൽവാസിയായി സ്വീകരിക്ക് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ ചെയ്ത് ഫുലൈൽ ഇബ്നു ഇയാദ് മടങ്ങി. ഫുലൈൽ ഇബ്നു ഇയാദ് പശ്ചാത്തപിച്ച് മടങ്ങി. പിന്നെ ആ നാട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാം ലക്ഷ്യമാക്കി, കഅബയെ ലക്ഷ്യമാക്കി പോവുകയും പിന്നീടുള്ള ജീവിതം മസ്ജിദുൽ ഹറാമിന്റെ കഅബയുടെ പരിസര പ്രദേശങ്ങളിൽ ഫുലൈൽ ഇബ്നു ഇയാദ് മാറ്റുകയും പിന്നീട് അദ്ദേഹം വലിയ പണ്ഡിതനായി, വലിയ ആബിദായി, വലിയ സംസ്കരണം നൽകുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രിയമുള്ളവരെ ഫുലൈൽ ഇബ്നു ഇയാദ് മാറാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആനാണ്, ഖുർആനിന്റെ ഒരു ആയത്താണ്, കൂടുതലൊന്നുമില്ല, ഒരായത്ത്. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ റബ്ബിലേക്കൊന്ന് കീയൊതുക്കാൻ സമയമായില്ലേ? റബ്ബിറക്കിയ ആ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളാൻ സമയമായില്ലേ എന്ന ആ ഉത്ബോധനം എത്ര വലിയ കടുത്ത പാറ പോലെ ഉള്ള ഹൃദയത്തിന്റെ ഉടമകളാണെങ്കിലും ശരി പ്രിയമുള്ളവരെ, ആ ഹൃദയത്തെ പിടിച്ചു കുലുക്കാനുള്ള ഒരു വശ്യശക്തി, ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള കഴിവ് വിശുദ്ധ ഖുർആനിനുണ്ട്. ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഗ്രന്ഥം ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന പർവ്വതം, ഭൂമിക്ക് ആണിയായി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന കഠിനമായ ശക്തിയുള്ള പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയും ആ പർവ്വതം ആ ഖുർആനിനെ സ്വീകരിക്കുകയും ചെയ്താൽ ലറഅയ്തഹു, ആ പർവ്വതത്തെ നിനക്ക് കാണാൻ സാധിക്കും, ഖാശിയൻ, പേടിച്ച് വിറങ്ങലിക്കുന്നതായിട്ട്, വമുസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയിൽ പൊട്ടിപ്പിളരുന്നതായി നിനക്ക് കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഒരു ഉറച്ച കഠിനമായ ഒരു പർവ്വതം, ആ പർവ്വതം വിശുദ്ധ ഖുർആനെ സ്വീകരിച്ചാൽ റബ്ബിനെ ഭയന്ന് അത് പൊട്ടിപ്പിളരുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നിങ്ങളുടെയും ഹൃദയം, എൻ്റെ നിങ്ങളുടെ മനസ്സ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ പർവ്വതത്തെ പോലെ കഠിനമായതിന്റെ പേരിൽ, അതല്ല ഔ അശദ്ദ ഖസ്വ, പർവ്വതത്തെക്കാളും ശക്തമായ കഠിനമായ ഹൃദയം എൻ്റെ നിങ്ങളെയും ഹൃദയമായതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ഇറക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കാണുന്നില്ല. ഹൃദയത്തെ പൂട്ടിയിട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനം ലഭിക്കുകയില്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ അഫലാ യതദബ്ബറുൽ ഖുർആൻ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത് ഖുർആൻ.
വെറും പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഹർഫുകൾ പാരായണം ചെയ്താൽ പ്രിയമുള്ളവരെ അതിന് പ്രതിഫലമുണ്ട്, സംശയമില്ല. എന്നാൽ വെറും പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ച ഗ്രന്ഥമല്ല ഖുർആൻ. ചിന്തിക്കാൻ വേണ്ടി അതിന്റെ ഓരോ ആയത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾ പറയുമായിരുന്നു, വിശുദ്ധ ഖുർആനിന്റെ 10 ആയത്തുകൾ ഇറങ്ങിയാൽ ആ 10 ആയത്ത് നമ്മൾ പഠിക്കും. അതിൽ റബ്ബ് നമ്മളോട് എന്താ പറയുന്നത്, റബ്ബിന്റെ എന്തെല്ലാം കൽപ്പനകളാണ് ഉള്ളത്, എന്തെല്ലാം നിരോധനങ്ങളുള്ളത്, ആ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ആ 10 ആയത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രമേ 11ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചിരുന്നുള്ളൂ. അതാ അവരുടെ മാറ്റം. ഞാനും നിങ്ങളും ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ക്ലാസ്സുകളിലൂടെ, ഓരോ പ്രസംഗങ്ങളിലൂടെ, ഓരോ വിജ്ഞാന സദസ്സുകളിലൂടെ ഖുർആൻ പഠിക്കുന്നു, മനസ്സിലാകുന്നു. പക്ഷേ എന്താ ഇതിൽ പറയുന്നത്, അത് ഉൾക്കൊള്ളാനോ അത് ജീവിതം പ്രാവർത്തികമാക്കാനോ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല, ഞാനും നിങ്ങളും അതിന് ശ്രമിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ചിന്തിക്കാനും ചിന്തിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കാനുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ഒന്ന് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയം ആ ഹൃദയത്തിൽ പൂട്ടിപ്പോയോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അവരുടെ ഹൃദയം പൂട്ടിപ്പോയോ? പൂട്ടിയ ഹൃദയം, ആ ഹൃദയത്തിന് ഖുർആൻ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ കൊണ്ട് പരിവർത്തനമോ വിപ്ലവമോ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ വിപ്ലവം നൽകുന്ന, പരിവർത്തനം നൽകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, ദാലിക ദിക്റ, ഖുർആൻ ഉത്ബോധനമാണ്. ഖുർആൻ ഉത്ബോധനമാണ്. ആർക്ക്? ലിമൻ, ഒരുവന്. ആ ഒരുവനിൽ ഞാൻ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? ലിമൻ കാന ലഹു ഖൽബ്, ഹൃദയമുള്ളവൻ, ഹൃദയം ഖുർആനിന് വേണ്ടി തുറന്നു വെച്ചാൽ മനസ്സാന്നിധ്യത്തോടു കൂടി ഖുർആൻ കേൾക്കാൻ തയ്യാറായാൽ. ഖുർആൻ ഉപയോഗിച്ച വാക്ക, ഖുർആൻ ഉത്ബോധനം ലഭിക്കുന്ന ആളുകളാരാ? ഖുർആൻ ഉത്ബോധനം ലഭിക്കുന്നവൻ ഹൃദയമുള്ളവൻ, അത് ഉൾക്കൊള്ളണമെന്നുള്ള ഒരു ആഗ്രഹവും ഹൃദയമുള്ളവൻ, അതോടൊപ്പം തന്നെ മനസ്സാന്നിധ്യത്തോടു കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി അതിലൂടെ എനിക്ക് പരിവർത്തനം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹവും ചിന്തയുമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഖുർആനിന്റെ പരിവർത്തനമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്ത് 30ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ഫുർഖാൻ, ആ 25ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ഫുർഖാൻ, ആ ഫുർഖാനിലെ 30ാമത്തെ ആയത്ത്, ആ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരു വസ്തുതയുണ്ട്. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വന്നാൽ റബ്ബിനോട് നടത്തുന്ന പരാതി, എൻ്റെ നിങ്ങളുടെ നേതാവാകുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കെതിരിൽ നാളെ പരലോകത്ത് നടത്തുന്ന പരാതി. എന്താ പരാതി? വഖാല റബ്ബുക്കും, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, എൻ്റെ സമൂഹമുണ്ടല്ലോ, ഇത്തഖദൽ ഖുർആൻ, അവർ ഖുർആനെ സ്വീകരിച്ചു, മഹ്ജൂറ, അവഗണിക്കുന്നവരായി. എൻ്റെ സമൂഹം, മറ്റു സമൂഹത്തെ കുറിച്ചുള്ള പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകന്റെ സമൂഹമാകുന്ന എന്നെ നിങ്ങളെയും കുറിച്ച് അല്ലാഹു റസൂല് നാളെ പരലോകത്ത് നടത്തുന്ന പരാതി, എൻ്റെ റബ്ബേ, എൻ്റെ സമൂഹമുണ്ടല്ലോ ഖുർആനിനെ അവഗണിച്ചവരായിരിക്കുന്നു. ഈ ഒരു പരാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുമ്പോൾ ആ പരാതി പറയുന്നവരുടെ കൂട്ടത്തിൽ, ആ പരാതി പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കാനുള്ള മനസ്സില്ലാതെ, ഖുർആന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതെ, അതിന്റെ ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള മനസ്സില്ലാതെ, അതിന്റെ സദസ്സുകളിൽ, വിജ്ഞാന സദസ്സുകളിൽ, സന്മാർഗം നിറഞ്ഞ നന്മകൾ നിറഞ്ഞ സദസ്സുകളിൽ പങ്കെടുക്കാൻ സമയമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനിനെ അവഗണിച്ച ആളുകളാണ്. ഞാനും നിങ്ങൾ ചിന്തിക്കുക, ഒരാൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം, ഒരു 15 വയസ്സാണല്ലോ പ്രായപൂർത്തിക്കുള്ള മാക്സിമം സമയം. ഒരു പ്രായപൂർത്തി ആയതിനു ശേഷം ഒരാൾക്ക് 10 വർഷം ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 2 ആയത്ത് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി അദ്ദേഹത്തിന് പഠിക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 20 വർഷം അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ആയത്ത് പഠിച്ചാൽ മതി.
ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ പരിപൂർണമായ രീതിയിൽ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ രീതിയിൽ പ്രിയമുള്ളവരെ, ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ ദുനിയാവിന്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള സമയം ഞാനും നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ ഞാനും നിങ്ങൾ ഖുർആനിനെ അവഗണിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആനിനോടുള്ള മനസ്സ്, ഒരാഗ്രഹം, ഒരു ചിന്ത നമുക്ക് വരുന്നില്ല എങ്കിൽ ഞാനും നിങ്ങൾ ഖുർആനെ അവഗണിച്ചവരാണ്. വൈദാ സമിഉ മാ ഉൻസില ഇല റസൂൽ തറാ അയ്യുനഹു തഫീദു മിനദ്ദം. അല്ലാഹു തആല സന്മാർഗം നൽകിയ ഒരു വിഭാഗം ആളുകളെ, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ തറാ അയ്യുനഹും, അവരുടെ കണ്ണുകളെ നിനക്ക് കാണാൻ സാധിക്കും. തഫീലു മിനദ്ദം, കണ്ണുനീരുകൾ ഒഴുകുന്നതായി ആ ഖുർആനിന്റെ ആയത്ത് അവിടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി കണ്ണുനീരുകൾ കൊണ്ട് ഒഴുകുന്നതായി നിനക്ക് കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥമായ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ ഖുർആൻ കേൾക്കാനും മനസ്സിലാക്കാനും കേട്ടുകൊണ്ട് ആ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൂടെ ഞാനും നിങ്ങൾ രക്ഷപ്പെട്ടവരാണ്. അതല്ല, നേരെ തിരിച്ചാണ് എങ്കിൽ ഖുർആനിനോട് അവഗണന കാണിച്ചവരാണ്. ഖുർആനിനുള്ള അവഗണന വ്യക്തമാക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. നമ്മുടെ പള്ളിയിൽ തറാവി നമസ്കാരം, ആ തറാവി നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിക്കുമ്പോൾ, സുദീർഘമായ രീതിയിൽ ഖുർആൻ നമസ്കരിക്കുമ്പോൾ പല ആളുകൾക്കും അതിൽ പങ്കെടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. പല ആളുകളും ലേറ്റായിട്ട് വരികയാണ്. പല ആളുകളും വന്ന് അവിടെ ഇവിടെ ഇരുന്ന് ഇമാം റുക്കുവിൽ പോകുന്ന സമയം ആ സമയത്തേക്ക് ചാടി വന്നുകൊണ്ട് കൈകെട്ടി റുക്കുവിലേക്ക് പോകുകയാണ്. പല ആളുകളും നമസ്കരിക്കുമ്പോൾ തന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി കാലിങ്ങോട്ടനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയാണ് പ്രിയമുള്ളവരെ എൻ്റെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഖുർആനിനെ അവഗണിച്ചവരാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ആ കുടുംബത്തിന് നമ്മളെല്ലാം നൽകി, ഭൗതികമായ എല്ലാ കാര്യങ്ങളും നൽകി, ഭൗതികമായ എല്ലാ അറിവുകളും നൽകി. ഇംഗ്ലീഷ് പഠിപ്പിച്ചോ, സോഷ്യൽ പഠിപ്പിച്ചോ, സയൻസ് പഠിപ്പിച്ചോ, എല്ലാം പഠിപ്പിച്ചോ, ആയിരങ്ങളും പതിനായിരങ്ങളും അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചോ. പക്ഷേ ഖുർആൻ പഠിപ്പിച്ചില്ല. നമ്മൾ ഖുർആന്റെ അർത്ഥങ്ങളോ ആശയങ്ങളോ പഠിക്കാനുള്ള ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കിക്കൊടുത്തില്ല. അവരെ ഹാഫിദീങ്ങളാക്കാനോ വിശുദ്ധ ഖുർആനെ ബന്ധപ്പെടുത്താനോ നമ്മൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഖുർആനിനെ അവഗണിച്ചവരാണ്. അതുകൊണ്ട് പ്രവാചകൻ ഈ അവഗണിച്ച വിഭാഗം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ഖുർആനുമായി ഒരു മാനസികമായ ബന്ധം ഉണ്ടാക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഖുർആൻ കൊണ്ട് പരിവർത്തനം ലഭിച്ച, വിപ്ലവം ലഭിച്ച യഥാർത്ഥമായ ഉടമകളുടെ കൂട്ടത്തിൽ, ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു തആല അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാറാകട്ടെ. ഇനിയുള്ള ജീവിതം പരിപൂർണമായി റബ്ബിനെ ഭയന്ന് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുന്നത്ത് കൃത്യമായ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രാവർത്തികമാക്കി യഥാർത്ഥ വിശ്വാസിയായി മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽവാസികളും നാമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാവട്ടെ. പരിപൂർണമായ മഗ്ഫിറത്ത് മർഹമത്ത് അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാൻ, ആ റമദാൻ നമ്മൾ നിർവഹിച്ച നോമ്പുകൾ, കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളെ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിന്റെ പേരിൽ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള റമദാൻ, ഇനിയുള്ള ആയുസ് വളരെ ആഫിയത്തോടു കൂടി കഴിഞ്ഞുകൂടാനും ഓരോ നോമ്പുകളും ഓരോ സൽക്കർമ്മങ്ങളും കൃത്യമായ രീതിയിൽ ജീവിത പ്രാവർത്തികമാക്കി നാളെ പരലോകത്ത് വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഏറ്റവും ഉന്നതമായ ഭൂമി ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സദസ്സ് ഇൽമിന്റെ വിജ്ഞാന സദസ്സാണ്. അള്ളാഹു തആല വിശുദ്ധ റമദാനിലെ സുന്ദരമായ ഒരു ദിവസത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സദസ്സിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി ഇതേപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കൂട്ടുകുടുംബാദികളെയും ഉസ്താദുമാരെയും നാമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ
إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله.